ഹലോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ട് നമ്മുടെ ഫേസും ചുണ്ടും അങ്ങനെ നമ്മൾ ഐയും ഒക്കെ നമ്മൾ നല്ലപോലെ കെയർ ചെയ്യും. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ കെയർ ചെയ്യാത്ത രണ്ട് സാധനങ്ങളെന്ന് പറയുന്നത് ഒന്ന് കൈയാണ്, പിന്നെ എൻ്റെ കാലാണ് കേട്ടോ. പണ്ടൊക്കെ ഭയങ്കര ചെറുപ്പത്തിലൊക്കെ നല്ല കെയറിങ് ആയിരുന്നു എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു കുട്ടിയായതിന് ശേഷം നമ്മളൊരു കെയറും ഇല്ല, ഒന്നുമില്ല കേട്ടോ. അതെൻ്റെ കൈയൊക്കെ ഇരിക്കുന്ന നോക്കി ക്യൂട്ടക്സ് പോലും മര്യാദയ്ക്ക് റിമൂവ് ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് നമ്മുടെ കൈനൊന്ന് കെയർ ചെയ്യാമെന്ന്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ളൊരു മാസ്ക് ഞാൻ തയ്യാറാക്കിയിട്ടുണ്ട്. അതെങ്ങനെയാണ് തയ്യാറാക്കണമെന്ന് നമുക്ക് നോക്കാം. പാക്ക് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് 1 സ്പൂൺ അളവോളം കടലമാവാണ് കേട്ടോ ചേർക്കുന്നത്. പിന്നെ അതിന് ശേഷം അതിലേക്ക് കുറച്ച് കാപ്പിപ്പൊടി ആഡ് ചെയ്യുന്നുണ്ട്. ഇതിനൊക്കെ ഗുണങ്ങൾ ഞാൻ പല വീഡിയോകളിലായിട്ട് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. നിങ്ങൾ ഷോർട്ട് വീഡിയോ ഒന്ന് കണ്ടു നോക്കണേ. അതിന് ശേഷം അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. പിന്നെ അത് കുഴമ്പ് രൂപത്തിലാക്കാൻ വേണ്ടിയിട്ട് അതിലേക്ക് കുറച്ച് തൈര് ആഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് തൈരോ അതുപോലെ പാലോ റോസ് വാട്ടറോ ഏത് വേണമെങ്കിലും ആഡ് ചെയ്യാവുന്നതാണ് കേട്ടോ. ഇതെല്ലാം കൂടെ നല്ലോണം മിക്സാക്കി ഒരു കുഴമ്പ് രൂപത്തിലായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അപ്ലൈ ചെയ്യാം കേട്ടോ. അപ്പോൾ അതേ സംഭവം റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് നമുക്ക് കാലിലായാലും നമ്മുടെ ദേഹം മുഴുവനായാലും നമുക്ക് അപ്ലൈ ചെയ്യാം. പക്ഷെ ഞാൻ ഇപ്പോൾ കൈയിന് മാത്രം ഫോക്കസ് ചെയ്യണമെന്നുള്ളൂ. കൈ ഒന്ന് വാഷ് ചെയ്തിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. കൈ കാണുന്ന പോലെ ഒന്നുമല്ല, നല്ല അഴുക്കും ഒക്കെ പിടിച്ച് നല്ലൊരു മാതിരിയുള്ളൊരു കൈയായി മാറി. അപ്പോൾ ഞാൻ വിചാരിച്ച് കൈ ഒന്ന് വൃത്തിയാക്കാറ്. അപ്പോൾ കയ്യിൽ ഞാൻ അപ്ലൈ ചെയ്യുന്നുണ്ട് കേട്ടോ. കയ്യിൽ മാത്രമേ അപ്ലൈ ചെയ്യുന്നുള്ളൂ. നമുക്ക് കാലിലൊക്കെ നമുക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. നല്ലതാണ്. ബ്രേസ്ലെറ്റൊന്നും ഊരുന്നില്ല. ഊരി വന്ന് ചെയ്യുമ്പോഴേക്കും മോൻ എണീക്കും. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. അപ്പോൾ ഞാൻ വിചാരിച്ചു കയ്യിൽ മാത്രം ഒന്ന് അപ്ലൈ ചെയ്യാമെന്ന്. മുട്ടിൻ്റെ അവിടെയൊക്കെ നല്ല എന്താ പറയുക കറുത്ത കളറുണ്ട്. ഞാൻ ഡോംടോക്കിൻ്റെ ആ ക്രീമൊക്കെ പറ്റിയിട്ട്, ക്രീമല്ലല്ലോ ആ സ്പ്രേ ഇല്ലേ നയാസനമൈഡ് ഉള്ളത്, അത് ആക്കിയിട്ട് എനിക്ക് അത്യാവശ്യത്തിന് പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാനത് വാങ്ങൽ നിർത്തിയതോട് പിന്നെയും പഴയത് അങ്ങോട്ട് വന്നു കേട്ടോ. അപ്പോൾ ഇങ്ങനെയുള്ള സാധനങ്ങൾ ചെയ്ത് നോക്കാമെന്ന് ഞാൻ വിചാരിച്ചു. അപ്പോൾ അതേ നല്ലോണം ഞാൻ അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇനി നല്ലോണം അത് ഉണങ്ങട്ടെ കേട്ടോ. അതുവരെ നമ്മൾ ഫാനിൻ്റെ ചോട്ടിൽ അങ്ങനെ കൊണ്ടുവന്നിരുന്ന് കഴിഞ്ഞാൽ പെട്ടെന്ന് ഉണങ്ങും കേട്ടോ. അപ്പോൾ ഇത് ഉണങ്ങിയിട്ട് കഴുകിയിട്ട് കാണിക്കാം. അപ്പോൾ അതേ ടൂട്ടസൊക്കെ ഇട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇതേ നമ്മൾ വല്ലപ്പോഴൊക്കെ നമ്മളിങ്ങനെ സെൽഫ് കെയർ ചെയ്ത് നമ്മുടെ എന്താ പറയുക ഇപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടാണ്. ഞാനൊരു ബോഡി ലോഷനും കൂടെ അപ്ലൈ ചെയ്തിട്ടുണ്ട്. ബോഡി ലോഷൻ ഞാൻ നല്ലൊരു ഹീലിൻ്റെ ബോഡി ലോഷൻ്റെ വീഡിയോ ഞാൻ ലോങ് വീഡിയോ ആയിട്ടാണോ ഷോർട്ടാണോ ഇട്ടിട്ടുള്ളത് എനിക്ക് ഓർമ്മയില്ല. അപ്പോൾ ഇട്ടിട്ടുണ്ട്, ലോങ് ഇട്ടിട്ടുണ്ട്, ഷോർട്ടും ഇട്ടിട്ടുണ്ടെന്ന് തോന്നുന്നു. അതിൻ്റെ പല ഫ്ലേവർ വന്നിട്ട്. അപ്പോൾ നിങ്ങളതൊന്ന് കണ്ടു നോക്കുക. നമുക്ക് ബോഡിക്കും ഈ ഒരു ടൈമിൽ ലോഷൻ ആവശ്യമാണ്. പിന്നെ നല്ല പോലെ ഡ്രൈ ആക്കുന്ന ഒരു ടൈമാണ് ഈ ഒരു സമയം. അപ്പോൾ നമ്മൾ കൈയിനെയും കാലിനെയും ഏറ്റവും കൂടുതൽ കാലിനെ ആയിരിക്കണം നമ്മൾ കെയർ ചെയ്യേണ്ടത് തോന്നുന്നു എനിക്ക്. എൻ്റെ കാലൊക്കെ ആകെ വൃത്തികേടായിരുന്നേ. നമ്മളിങ്ങനെ പണിയെടുത്ത് നടക്കുന്ന കാരണമായിരിക്കാം നല്ല വൃത്തികേടാവുന്നുണ്ട്. അപ്പം വൃത്തികേട് മീൻസ് മുരി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇല്ലേ, അതൊക്കെ വരും. ബോഡി ലോഷൻ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ലതാണ്. പിന്നെ ഇങ്ങനത്തെ ഹോം റെമഡീസ് നമ്മൾ ആഴ്ചയിൽ 2 തവണയെങ്കിലും ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം. കണ്ടോ ഈ ക്യൂട്ടക്സ് ഭംഗിയില്ലേ. അപ്പോൾ ഇത്ര ഉള്ളോട്ട് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം.